എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ്. 33 വയസ്സുണ്ട്. ഇത് കമ്പ്യൂട്ടർ ടീച്ചറാണ്. മലപ്പുറം ജില്ലയിലാണ്. ഇവർ സാധാരണക്കാരാണ് കേട്ടോ. സാധാരണ ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ്, അതായത് ഇന്ന ജോലി വേണം, ഇന്ന ജില്ല മതി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുമല്ലോ, അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരു ആലോചന ആയാലും നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഈഴവ യുവതി തന്നെയാണ്. 26 വയസ്സുണ്ട്. ഡിപ്ലോമയാണ്. പുരുരുട്ടാതി നക്ഷത്രം. മലപ്പുറം ജില്ലയിലാണ്. അച്ഛന് കൂലിപ്പണിയാണ്. യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല. ഇവർക്ക് സാധാരണക്കാരാണ്. പിന്നെ അവർ പറഞ്ഞത് കുട്ടി ജോലിക്ക് പോണതിനോട് എതിർപ്പില്ലാത്ത ആളുകളാവണം എന്നുള്ളത് മാത്രമാണ് ഒരു ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നായർ യുവതിയാണ്. 42 വയസ്സുണ്ട്. പുനർവിവാഹമാണ്. പാലക്കാട് ജില്ലയിലാണ്. കുട്ടികളുടെ പുനർവിവാഹം ആയാലും അവർ നോക്കുന്നുണ്ട്. ആദ്യ വിവാഹം ആയാലും അവർക്ക് നോക്കാമെന്നുണ്ട്. കുട്ടികളുള്ളതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. സാധാരണ ഫാമിലിയാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ ആലോചന ആണ് അധികം നോക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 29 വയസ്സാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഡിഗ്രി വിദ്യാഭ്യാസമുണ്ട്. പ്രൈവറ്റ് ജോലിയുണ്ട്. ഇവർ ഡൈവോഴ്സാണ്. ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ട്. സാധാരണക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞത് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു തരത്തിലുള്ള ഡിമാൻഡുകളും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ആശാരി യുവതിയാണ്. 26 വയസ്സുണ്ട്. ചിത്ര നക്ഷത്രമാണ്. മലപ്പുറം ജില്ലയിലാണ്. സാധാരണ ആളുകളാണ്. അച്ഛൻ മരണപ്പെട്ടതാണ്. സാധാരണക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 26 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞത്. മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ഇവരുടെ നമ്പർ, ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്, പെൺകുട്ടിയുടെ നമ്പറല്ല കേട്ടോ, ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 25 വയസ്സുണ്ട്. +2 ITI ആണ് വിദ്യാഭ്യാസം. അച്ഛൻ പെയിൻറ്റിംഗ് ആണ്. ഉത്ര നക്ഷത്രമാണ്. സാധാരണക്കാരാണ് ഇവർ. എറണാകുളം ജില്ലയിലാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 34 വയസ്സുണ്ട്. ഇടത്തരം ഫാമിലിയാണ്. കോഴിക്കോട് ജില്ലയിലാണ്. ഇവരും പറഞ്ഞത് ഇടത്തരക്കാർ മതി, വലിയ ഹൈ ആളുകൾ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. ജില്ല ജോലി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതായത് ഇന്ന ജില്ല വേണം അല്ലെങ്കിൽ ഇന്ന ജോലി മതി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറ്റുന്നതൊക്കെ നോക്കാം, അനുയോജ്യതൊക്കെ നോക്കാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 26 വയസ്സുണ്ട്. +2 ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം. ഇവർ മലപ്പുറം ജില്ലയിലാണ്. സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ ജോലി അങ്ങനത്തെ ഒരു ഡിമാൻഡ് പറയുന്നില്ല. കാണാനൊരു ആവറേജ് കുട്ടിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 29 വയസ്സുണ്ട്. എറണാകുളം ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല. മലബാർ ഏരിയയിലേക്കാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് ഇത്രയാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ